ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ചെർപ്പുളശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വം തുടരുന്നു. കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ സ്റ്റോർ ഉടമ കോടതിയെ സമീപിച്ചതാണ് പുതിയ പ്രതിസന്ധി. വിഷയം കൗൺസിൽ യോഗത്തിലും ചർച്ചയായി. കാലപ്പഴക്കം കൊണ്ട് പൂർണ്ണമായും ശോചനീയാവസ്ഥയിലായ ചെർപ്പുളശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വ്യാപാരികളോട് ഒഴിഞ്ഞുപോകാൻ നഗരസഭ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ എല്ലാ വ്യാപാരികളും ഒഴിഞ്ഞുപോയെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റോർ മാത്രമാണ് ഇപ്പോൾ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. കെട്ടിടത്തിൻ്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ട പരിശോധന നടത്തിയിട്ടില്ല എന്ന് കാണിച്ച് മെഡിക്കൽ സ്റ്റോർ ഉടമ കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇതോടെയാണ് കെട്ടിടം പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ പ്രതിസന്ധി ഉയർന്നിട്ടുള്ളത്. വിഷയം കൗൺസിൽ യോഗത്തിൽ ചർച്ചയായി. എല്ലാവരും അത് ഒഴിഞ്ഞു പോയിരുന്നു. ഒരാൾ മാത്രം കാർത്തിക മെഡിക്കൽസ് നടത്തുന്ന ഉടമ മാത്രം ഹൈക്കോടതിയെ സമീപിച്ച് അത് നമ്മൾ നടത്തിയ പരിശോധനയൊന്നും ശാസ്ത്രീയമല്ല എന്ന് സ്ഥാപിക്കുകയും ഹൈക്കോടതി അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി ഇവരുടെ ഏജൻസികളുടെ പേര് നിർദ്ദേശിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുകയും അവരോടും ആവശ്യപ്പെട്ടു. നമ്മളെന്തായാലും 3 ഏജൻസികളുടെ പേര് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ്, ഒന്ന് കോഴിക്കോട് അല്ലേ, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ്, ഒന്ന് 3 ഏജൻസിയുടെ പേര് നമ്മൾ വീണ്ടും നിർദ്ദേശിച്ചത്. അത് പദ്ധതി ഒഴുകിക്കാൻ വേണ്ടിയിട്ടുള്ള എന്നാൽ അവരുടെ പേര് നിർദ്ദേശിച്ചാൽ മാത്രമല്ല അവർക്ക് വേണ്ടി വീണ്ടും 15 ദിവസത്തേത് ഈ പേര് നിർദ്ദേശിക്കാൻ സമയം അനുവദിച്ചുകൊണ്ട് കോടതി ഉത്തരവാകുകയും അതോടൊപ്പം തന്നെ അതിൽ വന്നിട്ടുള്ള എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും ഉത്തരവാദി അവർ മാത്രമായിരിക്കും എന്ന വിധിയോട് കൂടിയാണ് ഇപ്പോൾ കോടതി വിധിച്ചത്. ഇപ്പോൾ ഈ കോടതി നിൽക്കുന്നത് ആ ബിൽഡിംഗ് മൂലം ആർക്കെന്ത് നഷ്ടനഷ്ടം ഉണ്ടായാലും അതിന് ഉത്തരവാദി ആ കടവുടമ മാത്രമായിരിക്കുമെന്ന കോടതി ഉത്തരവിലാണ് ഇപ്പോൾ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ സ്റ്റോർ ഉടമ വലിയ തുക വാടക കുടിശ്ശിക ഇനത്തിൽ നൽകാനുണ്ടെന്നും സെക്രട്ടറി കൗൺസിലിനെ അറിയിച്ചു. ബസ് സ്റ്റാൻഡിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണെന്നും ചെയർമാൻ കൗൺസിലിനെ അറിയിച്ചു. ചെർപ്പുളശ്ശേരി നഗരത്തിലെ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ ട്രാഫിക് റെഗുലേറ്ററി യോഗം ചേർന്ന് ക്രമീകരണങ്ങൾ നടത്തുമെന്നും ചെയർമാൻ പറഞ്ഞു. വ്യാഴാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ 21 അജണ്ടകളും 5 സപ്ലിമെൻ്ററി അജണ്ടകളുമാണ് ചർച്ച ചെയ്തത്. പുതിയ ബസ് സ്റ്റാൻഡ് അനുമതിയുമായി ബന്ധപ്പെട്ടും ചർച്ചകൾ നടന്നു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.